നമ്മളിന്നൊരു എക്സിബിഷൻ കാണാൻ പോവുകയാണ്. ഇത് ഇലക്ട്രോണിക്സിൻ്റെയോ മറ്റ് സാധനങ്ങളൊന്നുമല്ല, ഹോം ഫർണിച്ചറുകൾ. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുന്ന ഹോം ഫർണിച്ചറുകൾ. അതിന് വളരെ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മുടെ നേരെ കാണുന്നതാണ് എക്സിബിഷൻ സെൻറ്റർ. അപ്പോൾ അതിന് നേരെ ഫ്രണ്ടിൽ കാണുന്ന സിഗ്നലാണിത്. നമുക്ക് ഗ്രീൻ ലൈറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗ്രീൻ ലൈറ്റ് കിട്ടാതെ ആരും ഫുട്പാത്ത് അങ്ങനെ ക്രോസ് ചെയ്യാറില്ല ഇവിടെ. കണ്ടില്ലേ, എത്ര നേരം ആ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞ് കിടക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ടും അച്ചടക്കത്തോടുകൂടിയാണ് ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നതും. അതുപോലെ തന്നെ പെഡസ്ട്രിയൻസൊക്കെ ആണെങ്കിൽ, അതായത് യാത്രക്കാരൊക്കെ ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഈ എക്സിബിഷൻ സെൻറ്ററിലേക്കുള്ള കവാടത്തിൻ്റെ ലേക്ക് എത്താനുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് കവാടം. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തോ ഒരു ഗെയിമോ അല്ലെങ്കിൽ ഒരു സമ്മാനം മറ്റാണ്, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഇവിടെ പൊതുവേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഈവൻ ചൈനീസ് ആൾക്കാരാണെങ്കിലും എല്ലാം ചൈനീസ് തന്നെ. ഫോറിനേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ അവരോട് കൂടുതൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇൻട്രാക്ട് ചെയ്തില്ല. ഈ സെയിൽ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ചൈനീസ് ആൾക്കാരാണ്. ഇവർ കൂടുതൽ സംസാരിക്കുന്നതെല്ലാം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അതുപോലുള്ള എക്യുപ്മെൻറ്റ്സുകളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഹോം ഫർണിച്ചറുകളാണ്. ഹോം ഫോർ എക്സാമ്പിൾ സിങ്ക്, അതുപോലെ തന്നെ സ്റ്റൗവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഫർണിച്ചറിൻ്റെ സെക്ഷനിലേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് ശരിക്കും നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ ലൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു. വളരെ ഭംഗിയുള്ള ലൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസൊക്കെ ഒന്ന് നോക്കിയേക്കാം. 1799 യുവാൻ. ഇതാണ് ഇതിൻ്റെ വില, ആ ഒരു ലൈറ്റിൻ്റെ. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിനൊക്കെ വയ്ക്കുന്ന ലോക്കിംഗ് സിസ്റ്റമാണ്. അത് ക്യാമറയും റെക്കോർഡിംഗ് സിസ്റ്റംസ് എല്ലാം ഉണ്ട്. കംപ്ലീറ്റ്ലി ഫിംഗർ പ്രിൻറ്റ് ലോക്കിംഗ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വാട്ടർ ഫിൽറ്ററാണ്, ഹൈ സ്പീഡ് വാട്ടർ ഫിൽറ്ററാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അതിൻ്റെ വിലയൊക്കെ അവിടെ ഉണ്ട് 4799 യുവാൻ. ഒരു യുവാൻ എന്ന് പറയുന്നത് ഏകദേശം 12 രൂപ 13 രൂപ ആ റേഞ്ചിൽ വരും നമ്മുടെ ഇന്ത്യൻ രൂപയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല സാധനങ്ങളും കണ്ടു. ഇത് ഡോറാണ്, കണ്ടില്ലേ, ഡബിൾ ഡോർ ടൈപ്പ് ഓഫ് ഡോറുകളാണ്. അതിൻ്റെ അവിടെ ആ ഒരു ലോക്ക് സിസ്റ്റമൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണം, കണ്ടില്ലേ. ഇതാണ് ആ ലോക്ക്. അതിൻ്റെ ഫ്രണ്ട് മുകളിൽ ക്യാമറയും നമ്പർ ലോക്കുകളും ഫിംഗർ പ്രിൻറ്റ് ലോക്കുകളും എല്ലാം ഉണ്ടാവത്തില്ലേ. ഇനി നമുക്ക് കുറച്ച് ഫർണിച്ചറുകൾ കാണാം. ഭയങ്കര രസമാണ് ഈ ഫർണിച്ചർ. നോക്കിയേ, എന്ത് ഫിനിഷിംഗ് എന്നറിയോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി നമ്മൾ നോക്കി നിന്ന് പോകും. അത്തരം ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകളാണ്. ഇവർ നമ്മളോട് സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും ഉണ്ടല്ലോ, ഇവരുടെ ആ ഒരു പ്രസൻസും വന്നു നോക്കൂ പ്ലീസ്, ഇരുന്ന് നോക്കൂ, അങ്ങനെയൊക്കെ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ എന്നെ കാണിച്ചു തരികയാണ്, എത്ര രൂപയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാൽക്കുലേറ്ററിലാണ് ഇവരുടെ കംപ്ലീറ്റ് ബിസിനസ്. എത്ര രൂപയാകും എന്നുള്ള എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ ചൈനക്കാരുടെയും ഒരു സെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ കാൽക്കുലേറ്റർ ഉണ്ട്. കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഈ പ്രൈസ് നമ്മളെ അടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ മൊബൈലിലെടുത്ത് കാണിക്കും. കാൽക്കുലേറ്റർ ആണെന്നൂടി എളുപ്പം. അതുകൊണ്ട് ഈ ടേബിളൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയെന്ന് നോക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ടേബിളാണ്. വലിച്ചു വയ്ക്കുമ്പോൾ റൗണ്ട് ടേബിളായി. കണ്ടില്ലേ, കസേര കണ്ടില്ലേ. ഇത് ഫിനിഷിംഗ് എന്നറിയോ, ഭയങ്കര ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ടച്ച് ഫിനിഷിംഗ് ആണ്. 6980 യുവാൻ. ഇതൊക്കെ കണ്ടില്ലേ, ആ ഒരു കമ്പനിയുടെ അഡ്രസ്സൊക്കെയാണത്. ഇത് കുറച്ച് ഫർണിച്ചറുകൾ, വേറെ ടൈപ്പ് ഓഫ് ഫർണിച്ചറുകളാണ്. നോക്കി, ഇതിന് മുകളിൽ ഒരു സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത്. നോക്കി, ആ സ്റ്റോണിൻ്റെ തിക്നെസ് വളരെ കുറവാണ്, പക്ഷെ ഭയങ്കര ഫിനിഷിംഗ് ആണ്. കണ്ടില്ലേ, 2880 യുവാനാണ് അതിൻ്റെ പ്രൈസ്. അതിന് ചെയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സോഫ സെറ്റൊക്കെ നോക്കി, എന്ത് ഭംഗിയാന്ന് നോക്കി. ആ അപ്പുറത്ത് കഴിയുന്ന കട്ടിൽ നോക്കി. ഈ ഒരു ഫർണിച്ചറിൻ്റെ ഫിനിഷിംഗ് നോക്കി. ഇതെല്ലാം ക്ലിയർ വുഡ് തന്നെയാണ്, കണ്ടില്ലേ. അതിന് വുഡ് കണ്ടില്ലേ, കംപ്ലീറ്റ് വുഡാണിത്. അല്ലാണ്ട് മറ്റേ ഈ പ്ലൈവുഡ് പോലത്തെ സംഭവങ്ങളൊന്നുമല്ല, ക്ലിയർ വുഡാണ്. അത് പ്രോസസ്സ് ചെയ്തിരിക്കുന്നതാണത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്ത് ഫിനിഷിംഗാന്ന് നോക്കി. അങ്ങേയറ്റം ലക്ഷറിയസ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് ഈ കൊണ്ടുവന്നിട്ടിരിക്കുന്നതൊക്കെ. ഇത് നോക്കി, ഈ ഫർണിച്ചറുകളൊക്കെ നോക്കി. ആ ടേബിൾ നോക്കി. ഈ ടേബിൾ മിക്ക സപ്ലയർമാരുടെ കയ്യിലും ഉണ്ട്. ഈ ടേബിൾ, ആ റൗണ്ട് ടേബിൾ, റെക്റ്റാങ്കുലർ ടേബിൾ റൗണ്ടിലേക്ക് മാറ്റാവും. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഒരു മെക്കാനിസമാണ് അതിൻ്റെ ഇടയിലുള്ളത്. കണ്ടില്ലേ, വളരെ കൃത്യമായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ മുകളിൽ എത്ര പ്രസ് ചെയ്താലും താഴ്ന്നു പോകത്തൊന്നുമില്ല, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് കണ്ടില്ലേ, ഒരു വലിയ തടി കഷ്ണം എടുത്ത് ചെത്തി വെച്ചിരിക്കുക എൻ്റെ മുകളിൽ. കണ്ടില്ലേ,
എന്ത് ഭംഗിയാണെന്നറിയാമോ? അത് നമ്മൾ കൈ ഇട്ട് ഓടിക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റാണ്. അത് സോഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും പറഞ്ഞാൽ വളരെ ഫിനിഷോട് കൂടി. യെസ്, ഈ ഒരു വർക്ക് നോക്കി, അതിൻ്റെ ആ ഒരു ജോയിൻ്റൊക്കെ നോക്കി, കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് ഇതിനാണ് നോക്കി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രീമിയം ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇതെല്ലാം. പിന്നെ കുറച്ച് സ്റ്റീൽ ഐറ്റംസ് എല്ലാം കണ്ടവിടെ, സ്റ്റീൽ പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവിയാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ടത്. ഇത്രയും വെയിറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ, ഐ ഡോണ്ട് നോ. പിന്നെ പല ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഇതൊരു പിടി കണ്ടില്ലേ, നല്ലൊരു സ്റ്റൈലായിട്ടുണ്ടത്. ഇത് ചൂട് വരത്തില്ല അകത്തെ, നമ്മൾ അങ്ങനെയുള്ളൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. പല ടൈപ്പ് ഓഫ് പാനുകളുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീല് ഹൈ ഗ്രേഡ് പാനുകൾ. ഇത് കണ്ടില്ലേ, ഈ ഒരു ചെയർ ഒരുപാട് ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നൊരു ചെയറാണ്. പ്ലസ് ഈ ഒരു സൈഡ് ടേബിൾ, ഒരു നമുക്ക് ഹൈറ്റ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോറിൽ ഉപയോഗിക്കുന്ന വുഡ് സാധനങ്ങളൊക്കെയാണ്. വുഡൻ ഫ്ലോറിങ്, യെസ്, വുഡൻ ഫ്ലോറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ ടൈപ്പ് ഓഫ് വുഡൻ ഫ്ലോറിങ്ങുകളുണ്ട്, കണ്ടില്ലേ. ഇതെല്ലാം വുഡൻ ഫ്ലോറിങ്ങുകളാണ്, പല കളറിലും പല ഡിസൈനിലും പല വുഡിൻ്റെ ടൈപ്പ് എല്ലാം. ഇനി ഇതൊരു കട്ടിലാണ്. കട്ടിലിൻ്റെ അടിയിൽ 3-4 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ ഇതിൽ, ശരിക്കും പറഞ്ഞാൽ അവിടെ സ്റ്റോറേജാണ് ഉദ്ദേശിക്കുന്നത്. കൊണ്ട് ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഫർണിച്ചറുകൾ. വുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്തം ക്വാളിറ്റിയിലാണ് അവർ അതിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ നോക്കി കോപ്പർ ടൈപ്പ് ഓഫ് ഫിനിഷിങ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പറായിട്ടുണ്ട്. ആ വുഡിന് നടുക്ക് ചെത്തിയിട്ട് അതിനകത്ത് സ്റ്റോൺ ഇട്ടിരിക്കുക. നോക്കി എന്ത് ഫിനിഷിങ് ആണെന്നറിയോ ഇതെല്ലാം. ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ്. കാരണം ഈ ഫാബ്രിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി. നോക്കി ഈ ഒരു ഫർണിച്ചർ നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഒരു ഫർണിച്ചറാണ്. നോക്കി വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ ഫാബ്രിക്സ് നോക്കി, നൈസ് മെറ്റീരിയൽസ്, യെസ്, റിയലി നൈസ് മെറ്റീരിയൽ. പിന്നെ പല ആ ഒരു ടേബിൾ തന്നെ, ഇത് വേറെ ടേബിളാണ്, ഇത് ആ ടേബിളല്ല. പക്ഷേ ആ ചെയർ ഈസ് റിയലി ഓസം. കണ്ട അവിടെ ഒരു ബാഡ്ജിങ്ങും ഒരു എന്താ ഒരു പറയണേ ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഫിനിഷിങ് നോക്കി, എന്ത് ഭംഗിയുള്ള ഫിനിഷിങ്ങാന്ന് നോക്കി. ഹൈലി പ്രീമിയം ആയിട്ടുണ്ട്. 16,800 യുവാനാണ്, ഏകദേശം 1.80 2 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഇതാ ടേബിളാണ്. ഈ ടേബിൾ ഇതേണ്ട, ഇതിങ്ങനെ വലിക്കുക, മുളി വയ്ക്കുക, കണ്ടോ, റൗണ്ട് ടേബിൾ. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ വലിച്ചു വെക്കാം. അപ്പോൾ മൊത്തം ഒരു റൗണ്ട് ടേബിളായി മാറി. അങ്ങനെ നമുക്കൊരു റൗണ്ട് ടേബിളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ടേബിളായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൻ്റെ ചെയറും മറ്റ് സാധനങ്ങൾ ആ ഫുൾ സെറ്റിനാണ് ആ പ്രൈസ് കേട്ടോ. അപ്പോൾ ഈ സോഫ സെറ്റ് അടുത്തൊരു സ്റ്റൈൽ ഓഫ് സോഫ സെറ്റാണിത്, കണ്ടില്ലേ. വാവ്, ഇത് ചൈനീസിൻ്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ട്രഡീഷണൽ സ്റ്റൈൽ ഇങ്ങനെ മുകളിലേക്ക് വരുന്നത്. ടീപ്പോടെയൊക്കെ ഒരു ഫിനിഷിങ് നോക്കി ഭയങ്കര രസമായിട്ടുണ്ട്. അവിടെ ഒരു കുട്ടി കസേരയുണ്ട്, കുഞ്ഞു പിള്ളേർക്ക് ഇരിക്കാനായിരിക്കും ഇത്. പക്ഷെ അതും ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലാണ് അവർ അതിൻ്റെ ആ ഓരോ ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. നോക്കി, ഭയങ്കര ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫിനിഷിങ്. അതിൻ്റെ പ്രൈസാണ് ഇവിടെ കേട്ടോ, ഒരു ഫുൾ സെറ്റിൻ്റെ പ്രൈസായിട്ടിരിക്കുന്നത്. ഇത് ഒരു ടേബിളാണ്, ഇതൊരു വേറൊരു ഇത് ട്രഡീഷണൽ ചൈനീസ് സ്റ്റൈലാണ് കേട്ടോ. ഇതൊരു ബാക്ക് സൈഡിൽ ഫുൾ വുഡ് കൊടുക്കുന്നത് ട്രഡീഷണൽ ചൈനീസാണ്. ചൈനീസ് ട്രഡീഷണൽ വുഡുകളൊക്കെ കസേരകളെല്ലാം ഇത് ചൈനീസ് ട്രഡീഷണൽ സെറ്റുകളാണ് ഇതെല്ലാം, കണ്ടില്ലേ. ഇവിടെ ഈ ട്രഡീഷണൽ സ്റ്റൈൽ കുറേ അധികം ഉണ്ട് ഇവിടെ. ഇത് മൊത്തം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഈ കുട്ടികൾ മുകളിലും താഴത്തും കിടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, സ്പേസ് കുറവുള്ളപ്പോൾ. അപ്പോൾ അത് അത്ര ഇതാണിത്. പിന്നെ ഇത് നമുക്ക് കിച്ചൺ എക്സോസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റൗവ്, എന്താ പറയണേ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പല വെറൈറ്റി ഡിസൈനുകളുണ്ട് ഇവിടെ, കണ്ടില്ലേ, ഭയങ്കര വെറൈറ്റി ഡിസൈനുകൾ. ഈ ഹോളെന്ന് പറയുന്നത് നടന്നാലും തീരത്തില്ല. അതല്ലേ ഡിഷ് വാഷറിൻ്റെ അകത്തെ പ്രവർത്തനം അവർ ഗ്ലാസ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ്ടില്ലേ. എങ്ങനെയാണ് ഡിഷ് വാഷർ വർക്ക് ചെയ്യുന്നുള്ള കാണാൻ പറ്റും. ഈ ഡിഷ് വാഷർ ഈ സിങ്കിൽ ബിൽറ്റ് ചെയ്ത ഒരു പോർഷനാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, സിങ്കിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഡിഷ് വാഷർ ഫിറ്റ് ചെയ്തിരിക്കുക. ഒറ്റ യൂണിറ്റ് അത്. അതിനകത്ത് പ്ലേറ്റുകളൊക്കെ വെക്കുക, അടയ്ക്കുക, അത്രേ ഉള്ളൂ. ഡിഷ് വാഷറായി. പാത്രങ്ങളെല്ലാം കഴുകി കിട്ടും. ഉണ്ട്, അത്യാവശ്യം വേണമെങ്കിൽ ഇവിടെ കഴുകാം. ഉണ്ട്, ആ കമ്പനിയുടെ പേരൊക്കെയാണ്. ഇതൊരു ഈ സി യൂണിറ്റ്, ഇത് ഡിഷ് വാഷർ തന്നെയാണ് കേട്ടോ, ഡിഷ് വാഷർ.
പിന്നെ എ സിയുടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതുണ്ട്, ഇത് ഡിഷ് വാഷറാണ്. ബ്രാൻഡിൻ്റെ പേരൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവർ ആ ഗ്ലാസ് ഇട്ട് നമുക്ക് ഡെമോൺസ്ട്രേഷൻ വെച്ചിരിക്കുകയത്. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് എ സികളുണ്ടാവും, ന്യൂ ഡിസൈനുകൾ അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് വാട്ടർ ഫിൽറ്ററുകൾ, ഈ കസേര, മിക്ക ആൾക്കാരും അവിടെ പല കസേരകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കും. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റുകളെല്ലാം. ചില വുഡുകളൊക്കെ ഇതുപോലെ അവർ ഇങ്ങനെ ഡെമോ വെച്ചിട്ടുണ്ട് ഇവിടെ, ഏതൊക്കെ ടൈപ്പുകളാണെന്നുള്ളത്, അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ പ്രൈസും വെച്ച കാര്യങ്ങളൊക്കെ. ഭയങ്കര രസമുള്ളൊരു എക്സിബിഷനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ പ്രീമിയം ഫർണിച്ചറുകളും എല്ലാം കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ചില വുഡുകൾ ഇതുപോലെ അവർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലേ ഒരു കസേര കേട്ടോ, ഇത് 3 കാലുള്ളൊരു കസേര, നല്ല ഫിനിഷിങ്ങാണ്, നല്ല ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടത്. 3 കാലുള്ള സിമ്പിൾ കസേര. ഈ ഒരു ഫർണിച്ചറുകളൊക്കെ കണ്ടില്ലേ, ഇതും ശരിക്കും പറഞ്ഞാൽ ചൈനീസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കനം കുറഞ്ഞ ഇത് പറയുന്ന ഫർണിച്ചറുകൾ ഉണ്ടാക്കുക. ഈ ഒരു ബെഞ്ച് കണ്ടില്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് കട്ടിലിൻ്റെ ഒരു ഹെഡാണ്, കണ്ടല്ലേ. ഇത് ചെയറാണിത്. പല ടൈപ്പ് ഓഫ് ഡിസൈനുകൾ. ഇത് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ എന്നല്ല പറയണ്ടേ, ഭയങ്കര ഒരു ആർട്ടാണ് അവർ. ഓരോ വുഡുകൾ കണ്ടില്ലേ, ഓരോ ടൈപ്പ് ഓഫ് വുഡുകളാണിത്. ഈ തടികളെല്ലാം നമുക്ക് വലിയ ഷീറ്റുകളായിട്ട് വാങ്ങാൻ കിട്ടും. അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ, കണ്ടില്ലേ, അവരുടെ കമ്പനിയുടെ പേരാണിത്. കണ്ടില്ലേ ഈ ഒരു ഇതൊന്ന് നോക്കി, എന്ത് വലുതാന്ന് നോക്കി. ഇതങ്ങ് കിടക്കും അങ്ങ് അറ്റം വരെ നോക്കി. ഇത് എൻ്റെ മുകളിൽ ഭാഗത്ത് കയറിയപ്പോൾ എടുത്ത ഷൂട്ടാണിത്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ആ കണ്ടത് ഒരു ഹാളാണ്, ഇങ്ങനെ നിരന്നങ്ങ് കിടക്കുക ഹാള്. കണ്ടില്ലേ, നമ്മൾ നടന്ന് ഹാള് 1 ഇതൊക്കെ ഇവിടെ ഒന്നും പ്രോഗ്രാം നടക്കുന്നില്ല. പിന്നെ കസ്റ്റമർ സർവീസ് സെൻറ്ററുകൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള കണ്ടില്ലേ ഈ ഒരു എൻട്രൻസ് ഒക്കെ നോക്കി. എനിക്ക് തോന്നുന്ന ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിനേക്കാളും വലിയൊരു സെറ്റപ്പിലാണ് അതിൻ്റെ എൻട്രൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ താഴെ ഇട്ടിരിക്കുന്ന ഫ്ലോറിങ് വരെ ഉണ്ടല്ലോ കരിങ്കല്ല. നമ്മളിപ്പം ബാംഗ്ലൂർ സ്റ്റോളെന്ന് അങ്ങനെയൊക്കെ പറയുമല്ലോ, ശരിക്കും പ്യൂർ കരിങ്കല്ല് ചെത്തി ഫിനിഷ് ചെയ്തിട്ടിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ടത്. ഞാനിങ്ങനെ പതിയെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് തിരിച്ച് മെട്രോയിൽ കയറി തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ ഇതിൽ കയറാനും ഇറങ്ങാനും ഇഷ്ടം പോലെ വിശാലമായ സ്ഥലങ്ങളാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഏകദേശം തീരാറായി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബൈ ബൈ, താങ്ക് യു.